ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 4, ശ്ലോകം 9. ത്വത്സമാധി വിജേതുയ പുന അക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവൈശ്യമനിലം ഷഡാശ്രയൈ ഉന്നയത്യജസുഷുമ്നയാശനൈ. പദം. ത്വത് സമാധി വിജയേ തു യ പുന മക്ഷു മോക്ഷ രസിക ക്രമേണ വാ യോഗവശ്യം അനിലം ഷഡ് ആശ്രയൈ ഉന്നയതി അജ സുഷുമ്നയാ ശനൈഹി. അർത്ഥം: നിത്യനായ ഹേ ഭഗവൻ, അങ്ങയെക്കുറിച്ചുള്ള സമാധിയിൽ വിജയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെയോ ക്രമമായോ മോക്ഷപരനായി തീരുന്നവൻ പ്രാണയാമാദികൾ കൊണ്ട് വശത്തായി തീർന്ന അനിലനെ ഷഡാധാരങ്ങളോടുകൂടിയ സുഷുമ്നയിലൂടെ സാവധാനത്തിൽ മുകളിലേക്ക് നയിക്കുന്നു. ശ്ലോകം 10. ലിംഗദേഹമഭിസന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർദ്ധലോകകുതുകീതുമൂർത്തത സ്വാർത്ഥമേവ കരണൈർനിരീയതേ. പദം. ലിംഗദേഹം അഭി സന്ധ്യജൻ അധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർദ്ധലോകകുതുകീ തു മൂർത്തതഃ സാർത്ഥം ഏവ കരണൈർ നിരീയതേ. അർത്ഥം: അനന്തരം ആഗ്രഹങ്ങളില്ലാത്തവനായി ലിംഗദേഹത്തെയും കൂടി ഉപേക്ഷിച്ച് പരനായ അങ്ങയിൽ ലയിക്കുന്നു. ഊർദ്ധലോകങ്ങളിൽ കൗതുകമുള്ളവനാകട്ടെ മൂർത്താവിൽ നിന്ന് കരണങ്ങളോട് കൂടി തന്നെ നിർഗമിക്കുന്നു. ശ്ലോകം 11. അഗ്നിവാസരവളർച്ച പക്ഷകൈ ഉത്തരായണ ജുഷാജ ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോധവാൻ ധ്രുവപദാന്തമീയതേ. പദം. അഗ്നിവാസര വളർച്ച പക്ഷകൈ ഉത്തര അയന ജുഷാ ച ദൈവതൈ പ്രാപിത രവിപദം ഭവത്പര മോധവാൻ ധ്രുവ പദ അന്തം ഈയതേ. അർത്ഥം: അങ്ങയിൽ മാത്രം തത്പരനായ ജീവൻ അഗ്നി, ദിവസം, ശുക്ലപക്ഷം, ഉത്തരായണം എന്നിവയിൽ അധിഷ്ഠിതങ്ങളായ ദേവതകളാൽ സൂര്യപദത്തിൽ എത്തിക്കപ്പെട്ടവനായി ധ്രുവപദത്തിൻ്റെ അതിർത്തി വരെ എത്തുന്നു. ശ്ലോകം 12. ആസ്തിതോദമഹരലയോ യഥാ ശേഷവക്ത്രദഹനോഷ്മണോർദ്ധ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസപദമദപുരൈവ വാ. പദം. ആസ്തിതഃ അഥ മഹരാലയേ യഥാ ശേഷവക്ത്രദഹന ഊഷ്മണ അർദ്ധ്യതേ ഈയതേ ഭവത് ഉപാശ്രയഃ തഥാ വേദസ പദം അത പുരാ ഏവ വാ. അർത്ഥം: പിന്നെ മഹർലോകത്തിലെത്തുന്ന അങ്ങയുടെ ഭക്തൻ ആദിശേഷൻ്റെ വക്ത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയുടെ ഊഷ്മാവിനാൽ മഹർലോകത്ത് പീഡിതനാകുമ്പോഴോ അതിനു മുൻപോ ബ്രഹ്മാവിൻ്റെ ലോകത്തെ പ്രാപിക്കുന്നു. ശ്ലോകം 13. തത്ര വാ തവ പദേ തവ വസൻ പ്രാകൃത പ്രളയേതി മുക്തദാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിത്യ ജഗദണ്ഡമോജസാ. പദം. തത്ര വാ തവ പദേ അഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തദാം സ്വ ഇച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിത്യ ജഗത് അണ്ഡം ഓജസ. അർത്ഥം: ബ്രഹ്മലോകത്തിലോ വൈകുണ്ഠത്തിലോ വസിക്കുന്ന അങ്ങയുടെ ഭക്തൻ പ്രാകൃതപ്രളയം ഉണ്ടാകുമ്പോൾ മുക്തനായി തീരുന്നു. ഭക്തന് മറ്റൊരു തരത്തിലാണ് ആഗ്രഹമെന്ന് വരികിൽ പ്രാകൃതപ്രളയത്തിന് മുമ്പ് തന്നെ സ്വന്തം ഓജസ് കൊണ്ട് ബ്രഹ്മാണ്ഡത്തെ ഭേദിച്ച് മുക്തനായി തീരുന്നു. ശ്ലോകം 14. തസ്യ ജക്ഷിതിപയോ മഹോനില ദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതീഃ തത്തദാത്മകതയാ വിശൻ സുഹി യാതി തേ പദമനാവൃതം വിഭോ. പദം.
തസ്യ ച ക്ഷിതി പയോ മഹ അനില ദ്യോ മഹത് പ്രകൃതി സപ്തക ആവൃതി തത് തത് ആത്മകഥയാ വിശൻ സുഖി യാതിദേ പദം അനാവൃതം വിഭോ. അർത്ഥം: സർവശക്തനായ അല്ലയോ ഭഗവൻ, ആ ബ്രഹ്മാണ്ടത്തിൻ്റെ പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ആവരണങ്ങളെ അതതുകളുടെ സൂക്ഷ്മരൂപമായി പ്രവേശിച്ചുകൊണ്ട് സുഖമായി ആനന്ദാനുഭവത്തോടെ അനാവൃതമായ നിന്തിരുവടിയുടെ പദത്തെ പ്രാപിക്കുന്നു. ശ്ലോകം 15. ആർച്ചിരാദിഗതിമീദൃശീം മൃജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മകഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. പദം: അർച്ചി ആദി ഗതിയും ഈദൃശീം വൃജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിത് ആത്മക ഭവത് ഗുണ ഉദയാൻ ഉച്ചരന്തം അനില ഈശ പാഹി മാ. അർത്ഥം: ജഗത്പതിയായ ഹേ ഗുരുവായൂരപ്പ, അർച്ചിരാദി തുടങ്ങിയ ഗതിയെ പ്രാപിക്കുന്ന ജീവൻ അധപ്പതിക്കുന്നില്ല. സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ, നിന്തിരുവടിയുടെ ഗുണോദയങ്ങളെ ഉച്ചരിക്കുന്ന എന്നെ രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത്സത്.